ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? ജമ്മു കാശ്മീരിലെ പഹൽഗാം ഗ്രാമത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി. 2025 ഏപ്രിൽ 22-നായിരുന്നു പഹൽഗാം ഭീകരാക്രമണം. ഇത് ജമ്മു കാശ്മീരിലെ ആനന്ദ്നാഗ് ജില്ലയിലാണ് ഈ പഹൽഗ്രാം എന്ന് പറയുന്ന ഗ്രാമം. ഇതിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യക്കാരായ 25 പേരും ഒരു നേപ്പാളി സ്വദേശിയുമാണ് കൊല്ലപ്പെട്ടത്. ഭീകരർ എത്തിയത് സൈനിക വേഷത്തിലായിരുന്നു. അതുപോലെ അവർ ആക്രമിച്ചത് വിനോദസഞ്ചാരികളെ ആയിരുന്നു. വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊല്ലുകയും സ്ത്രീകളെ വെറുതെ വിടുകയും അവരുടെ ഭർത്താക്കന്മാരെ അവരുടെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊല്ലുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇതിന് മറുപടിയായി നമ്മുടെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് 2025 മെയ് 7-നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരണം നൽകിയത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിക്കൊപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറൈഷി, ഈ 2 വനിതാ ഉദ്യോഗസ്ഥരായിരുന്നു നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരണം നൽകിയത്. 9 സൈനിക പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തായ്ബ് എന്നീ ഭീകരവാദ സംഘടനകളുടെ സൈനിക കേന്ദ്രങ്ങൾ 9 സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിക്കുകയുണ്ടായി. വ്യോമസേനയാണ് ഇതിന് നേതൃത്വം നൽകിയത്. സ്കാൽപ് മിസൈലുകളും അതുപോലെ ഫൈറ്റർ ജെറ്റുകളായി ഉപയോഗിച്ചത് റഫാലുമായിരുന്നു. നമ്മുടെ സംയുക്ത സേനാ മേധാവിയായിരുന്നു അനിൽ ചൗഹാൻ. നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതുപോലെ പാക് ആർമി ചീഫാണ് അസീം മുനീർ. ഇത്രയുമാണ് നമുക്ക് മിനിമം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. 2025 ഏപ്രിൽ 23-ന് ഈ ഭീകരാക്രമണത്തെ തുടർന്ന് നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും ചെയ്തു.